റൈറ്റ് വിങ് പൊളിറ്റിക്സ് ഏറ്റവും ശക്തമാകും. അതിനുശേഷം ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഇവരങ്ങ് വൈപ്പ് ഔട്ട് ചെയ്യും. ഈ ഫ്രാൻസിലൊക്കെ ലീപ്പെന്നൊക്കെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ, അതേപോലെ റിഫോംസ് പാർട്ടി UK അധികാരത്തിൽ വന്നാൽ, മറ്റു പല യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ റൈറ്റ് വിങ് പാർട്ടി AFD ഒക്കെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലായിക്കോണം, അവിടുന്ന് ഇവരെ മുഴുവൻ ഇവർ ഒഴിവാക്കും. അതിൻ്റെ പ്രോസസ്സ് മറ്റുള്ള പൊളിറ്റിക്കൽ പാർട്ടി അവിടെ ഭരിക്കുന്നവർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ക്രിസ്മസ് അടുക്കാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാം, ക്രിസ്മസ് അടുക്കുന്ന സമയത്ത് ജർമ്മനിയിൽ ക്രിസ്മസ് മാർക്കറ്റിലെ ബ്ലാസ്റ്റ്, അതിനകത്ത് വണ്ടി ഇടിച്ച് കയറുന്നു. മോസ്കോയിൽ അവിടെ വണ്ടി ഇടിച്ച് കയറുന്നു, ആൾക്കാരെ കൊല്ലുന്നു. ഇവർക്ക് എന്താണ് ഇതുകൊണ്ട് പ്രയോജനം? അതിനെപ്പറ്റി ആരും ഒന്നും പറയുന്നില്ല. എന്താണ് കിട്ടുന്നത്? പാവം പിടിച്ച് കൊച്ചു കുട്ടികളെയും പ്രായമുള്ളവർ ഇതുമായിട്ട് ഒന്നും അറിയാത്തവരെ വെടിവെച്ച് കൊല്ലുന്നു. സൂയിസൈഡുമായിട്ട് അവരെ കൊല്ലുന്നു. ആർക്കെന്ത് കിട്ടിയെന്നാണ് സ്വർഗത്തിലോട്ട് പോകുന്ന കവാടമാക്കി വെച്ചിരിക്കുന്നത്. അതായത് അവരല്ലാത്ത മറ്റൊരു കമ്മ്യൂണിറ്റി മുഴുവന് ശത്രുക്കളാണ്. ഈ ഫിലോസഫി മാറാതെ, ഈ കമ്മ്യൂണിറ്റി ആണെങ്കിൽ ഈ മതത്തിനകത്ത് ഈ മോഡറേറ്റ് ആയിട്ടുള്ള തോട്ട്സ് വരാതെ ലോകത്തിന് സമാധാനം കിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഓസ്ട്രേലിയയിലെ ബോണ്ടി ബീച്ചിൽ നടന്ന ഈ ആക്രമണവും ഒരു അപ്പനും മകനും. ആലോചിച്ച് നോക്കുക. അയാളുടെ വേറെ അനിയന്മാരുണ്ട്, മറ്റു ഫാമിലി മെമ്പേഴ്സുണ്ട്, ബന്ധുക്കളുണ്ട്. അവിടെ മൈഗ്രേറ്റ് ചെയ്ത് കയറിയ അപ്പൻ അപ്പം അവിടെ പാലത്തിൻ്റെ മുകളിൽ ഫയർ ചെയ്യുന്ന നിങ്ങൾ കണ്ടു കാണാം വീഡിയോ ഒക്കെ. അവർക്ക് പോലും മനസ്സിലാവുന്നില്ല എന്തിനു വേണ്ടി അത് ചെയ്യുന്നത്. ഈ രീതിയിലാണോ? കാരണം ഒന്നും നോക്കുന്നില്ല. വെടിവെച്ച് കൊല്ലുക നിരപരാധികൾ, ഒരു സ്റ്റേറ്റിനെ നശിപ്പിക്കുക, അതിനെ നശിപ്പിക്കുക, എന്നിട്ട് പറയുന്നതോ സമാധാന മതം. ഇതാണ് ലോകത്തിൽ മനസ്സിലാകാത്തൊരു പൊമേന്റ്. ഈ ഉറപ്പായിട്ടും കേരളത്തിൽ പോലും ശ്രീപർസല് വളരെ വ്യാപകമാണ്. അതിൻ്റെ പേരിലാണ് അവലും പരിപ്പും അരി എന്നൊക്കെ പറഞ്ഞവർ പറയുന്നത്. അവരുടെ ലക്ഷ്യമാണ് ഇന്ത്യയിലെ ഹിന്ദു കമ്മ്യൂണിറ്റി. അത് കഴിഞ്ഞ് അവരുടെ ലക്ഷ്യമാണ് ഇന്ത്യ. കാരണം ക്രിസ്ത്യൻസ് വളരെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. കാരണം ഇത് ലക്ഷ്യം തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഫാൽഗാം ഒരു പ്രത്യേക ഹിന്ദുക്കളെ വിളിച്ചു മാറ്റിയിട്ടാണ് വെടിവെച്ച് കൊല്ലുന്നത്. ഇപ്പുറത്ത് റെഡ് ഫോർട്ടിൽ നിങ്ങൾ കണ്ടെന്താ സംഭവിച്ചത്? എഡ്യൂക്കേറ്റഡ്. ഇതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. ഇതിനെതിരെയാണ് ഭരണവർഗം, അതായത് മുൻപന്തിയിൽ നിൽക്കുക. കാരണം ഒരു രാജ്യത്ത് ജീവിക്കാനുള്ള സമാധാനം കെടുത്തുന്നതിനെ പുറത്താക്കി നശിപ്പിക്കുക